നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വിഷയം വിവരവിനിമയ മാധ്യമ മേഖലയിലെ കുത്തകാധിപത്യം, ബദൽ സാധ്യതകൾ എന്നതിനെ കുറിച്ചാണ്. ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച രണ്ടുപേരും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഇവിടെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വിഷയം ഇവിടെ സംസാരിക്കുന്നത് ഇവിടെ ഈ കേരളത്തിൽ നിന്നാണ്. അപ്പോൾ ഇത്തരം ഇവിടെ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുന്നതിന് മുമ്പേ എന്താണ് കുത്തക എന്നുള്ളതിന് കുറച്ചും കൂടി ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മത്സരം ഉണ്ടാവുക, അതിൽ ഒന്നാം കിടമാവുക എന്നുള്ളതൊന്നും ഒരു കുത്തകയുടെ ഒരു നിർവചനമായിട്ട് ഞാൻ കാണുന്നില്ല. കുത്തക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു മുതലാളിത്ത വ്യവസ്ഥയുടെ അതിൻ്റെ ജീർണിച്ച കാലഘട്ടത്തിൽ മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം മത്സരം സാധ്യമാണ്. അതാണ് അതിൻ്റെ പുരോഗമനസ്വമായിട്ട് പറയുന്നത്. മുൻകാലങ്ങളിലെ വ്യവസ്ഥയിൽ നിന്നും മാറി നിന്നിട്ട് പുതിയ വ്യവസ്ഥയ്ക്കുള്ളത് മത്സരം സാധ്യമാകുന്നു എന്നുള്ളതാണ്. ആ മത്സരത്തെ തടഞ്ഞുകൊണ്ട് ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ ഏതാനും കുറച്ച് പേർക്ക് മാത്രം ഒരു രംഗത്ത് പ്രവർത്തിക്കാനാകുക എന്നുള്ളതാണ് കുത്തകവൽക്കരണം. അപ്പോൾ കുത്തകവൽക്കരണത്തിന് വളരെയധികം ചെറുത്ത ഒരു ചരിത്രമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ ചരിത്രം ഒരു വ്യക്തി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലല്ല, അത് വ്യക്തികളുടെ കൂട്ടായ്മയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ മുന്നേ സംസാരിച്ച ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സാർ പറഞ്ഞ ചില കാര്യങ്ങളോടുള്ള ഒരു വിയോജിപ്പ് കൂടി ഞാൻ പറയുകയാണ്. അതായത് നമ്മളൊരു വ്യക്തി ഏതെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതുകൊണ്ട് അവർക്ക് പുരോഗമന സ്വഭാവം ഇല്ല എന്ന് കരുതുന്നതിനോട് ഒരു വിയോജിപ്പുണ്ട്. ഇവിടെ ഞാൻ വിഷയത്തിലേക്ക് വരാം. നമുക്ക് അറിയാം, വിവരസാങ്കേതിക വിദ്യ, വിവരവിനിമയ മാധ്യമ രംഗത്തൊക്കെയുള്ള സാങ്കേതിക വിദ്യ, അവിടെയുള്ള ബിസിനസ് സംരംഭങ്ങൾ. വിവരസാങ്കേതിക വിദ്യ കഴിഞ്ഞ നൂറ്റാണ്ട് രണ്ടാം ലോക മഹായുദ്ധ ശേഷം രൂപപ്പെട്ടു വന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി ഇതിന് അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സാങ്കേതിക വിദ്യ പ്രവർത്തിക്കുന്നത്. അറിവാണ് അവിടെ ഒരു ഇൻപുട്ടായിട്ട് വരുന്ന ഒരു സാധനം. ആ അറിവിനെ നമ്മൾ വളച്ചു കെട്ടി ഒരു അമിതമായ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രവണത, അറിവിനെ ഒരു കച്ചവട ചരക്കാക്കുന്ന ഒരു പ്രവണത വന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സോഫ്റ്റ്വെയർ രംഗം. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ചില അൽഗോരിതങ്ങൾ എഴുതുക എന്നുള്ളതാണ് സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. ആ സോഫ്റ്റ്വെയറിനെ തന്നെ യഥാർത്ഥത്തിൽ അടിസ്ഥാന ശാസ്ത്രത്തിന് പാറ്റൻറ്റ് അംഗീകരിക്കുന്നില്ല. അടിസ്ഥാന ശാസ്ത്രങ്ങൾക്കൊക്കെയുള്ള പാറ്റൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഭൗതിക സ്വത്തവകാശം വേറെ ഇതാണ്. അപ്പോൾ ഈ പാറ്റൻ്റ് അടക്കം വേണമെന്ന് ബാധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് എൻഡ് യൂസർ ലൈസൻസ് പോലുള്ള സംവിധാനങ്ങളൊക്കെ വന്ന് സോഫ്റ്റ്വെയർ രംഗത്ത് സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന ഒരു രീതി വന്നപ്പോൾ ലോകത്താകമാനം അതിനെതിരെ പൊരുതിയ ഒരു പ്രസ്ഥാനമാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം. ആ സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായിട്ട് അതിന് വളരെ വളർപ്പുള്ള ഒരു മണ്ണായിരുന്നു കേരളം. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഇവിടെ നമുക്കറിയാം, സ്വതന്ത്ര വിജ്ഞാന പ്രസ്ഥാനങ്ങൾ പലതും വന്നിട്ടുണ്ട്. ക്രിയേറ്റീവ് കോമൺസ്, ഓപ്പൺ ആക്സസ് ജേർണൽസ്, പബ്ലിക് ലൈബ്രറി ഓഫ് സയൻസ്, അതേമാതിരി തന്നെ ഓപ്പൺ ഫാർമസ്യൂട്ടി, ഇങ്ങനെ ഈ രീതിയിലുള്ള പല രംഗങ്ങളിലും അതിൻ്റെ തുടർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഏറ്റെടുത്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം, 2007 കേരളത്തിൻ്റെ ഐ ടി നയം ഒരു നിലവിലുള്ള ഐ ടിയുടെ ഉപയോഗത്തിനെതിരെ എങ്ങനെ ഒരു ബദൽ സാധ്യത രൂപീകരിക്കാൻ പറ്റും എന്ന് കൃത്യമായിട്ട് ഉള്ള ഒരു ഉദാഹരണമാണ്. അത് വളരെ ജനകീയമായി രൂപപ്പെട്ട് ആ രംഗത്തുള്ള ചില കുത്തകവൽക്കരണ പ്രവണതകളെ ചെറുത്ത് കുറേയും കൂടി സ്വതന്ത്ര സോഫ്റ്റ്വെയറിലൂടെ ഒരു കമ്മ്യൂണിറ്റി ബേസായിട്ട് വികസിപ്പിക്കുന്ന സോഫ്റ്റ്വെയറൊക്കെ ഉപയോഗിക്കാൻ സാധ്യത കാണിച്ചു തന്ന ഒരു കാര്യമാണ്. അത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു EV 901 നമ്മുടെ ഈ തൊട്ട് മുമ്പിൽ ഓഡിറ്റോറിയത്തിന് മുമ്പിൽ ബ്ലോക്കായിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും ആണെങ്കിലും ഒന്ന് അടിയന്തരമായിട്ടൊന്ന് മാറ്റി കൊടുക്കണം. അതാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ ഒരു കാര്യം. അതിൻ്റെ തുടർച്ചയായിട്ട് കേരളത്തിൽ രൂപീകരിച്ച മറ്റൊരു ബദലാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കൈറ്റ് പോലുള്ള സംവിധാനങ്ങൾ.
അപ്പം അത് അതേപോലെ തന്നെ ഈ ഈ പിന്നെ സെമിനാറിൻ്റെ സംഘാടകർ നമുക്കറിയാം, പിന്നെ നമ്മുടെ കേരള മിഷൻ്റെ സ്ഥാപക ചെയർമാനൊക്കെ ആയിട്ടുള്ള NH അൻവറിൻ്റെ അനുസ്മരണത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇവിടെ ഈ യോഗം നടത്തുന്നത്. അപ്പോൾ ഈ കേരള വിഷൻ തന്നെ കൃത്യമായിട്ട് കേരളത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു ബദലാണ്. അതേ സമയത്ത് കേരള വിഷൻ ഒരു കുത്തകയുടെ സ്വഭാവം കാണിക്കുന്നില്ല. കാരണം പക്ഷേ അതും അവർ മത്സരം ചെയ്യുന്നുണ്ട്. അവർ അതിൻ്റെ ഭാഗമായിട്ട് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനെ നമുക്കൊരു കുത്തകയായിട്ടല്ല നമ്മളതിനെ കാണുന്നത്. കാരണം അതൊരു ജനകീയ കൂട്ടായ്മയിൽ, നേരത്തെ ഇവിടെ വിഷയം അവതരിപ്പിച്ച് കൊണ്ട് ശശികുമാർ സാർ പറഞ്ഞതുപോലെ അതൊരു ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ജനാധിപത്യ രീതിയിൽ നമുക്ക് അധികാരത്തിൻ്റെ ഒരു കേന്ദ്രീകരണം ഇല്ലാതെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഏതൊരു എൻറ്റിറ്റിയുടെയും കുത്തകവൽക്കരണത്തിനെ അത് തടയും. അപ്പോൾ അതിനുള്ളൊരു മാതൃകയാണ് നമുക്ക് മുന്നിലൂടെയുള്ള കേരള വിഷൻ. അപ്പം നേരത്തെ ഇവിടെ പിന്നെ സ്വാഗതം പ്രാസംഗികൻ ഇവിടെ സൂചിപ്പിച്ച പിന്നെ ഒരു കാര്യമുണ്ട്. അതേമാതിരി തന്നെ നമ്മുടെ അധ്യക്ഷനൊക്കെ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ വാർത്താവിനിമയ രംഗത്ത് പുതുതായിട്ടുള്ള ചില മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമുക്കറിയാം, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ രംഗത്ത്, സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള മൊബൈൽ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് സ്റ്റാർലിങ്ക് എന്നുള്ള ഒരു സ്ഥാപനത്തിൻ്റെ അവരുടെ സേവനം ഇന്ത്യയിൽ വേണമോ വേണ്ടയോ എന്നുള്ളൊരു ചർച്ചയല്ല, അതിൻ്റെ കാര്യത്തിൽ കുറേ മുന്നോട്ട് പോയിട്ടുണ്ട്. 2023 പിന്നെ സ്പേസ് പോളിസി, ഇന്ത്യൻ സ്പേസ് പോളിസി, അതിനനുകൂലമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ പിന്നെ സ്റ്റാർലിങ്ക് പോലുള്ള സ്ഥാപനങ്ങളുടെ കടന്നുവരവിനെയൊക്കെ അനുകൂലിച്ചുകൊണ്ടുള്ള അതിന് എതിരാകുമായിരുന്ന ചില മുൻ നിലപാടുകളൊക്കെ മാറ്റിയിട്ടുള്ള രീതിയിലാണ് ആ നയം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ സ്റ്റാർലിങ്ക് പോലുള്ള ഒരു സ്ഥാപനം വരുന്നതിനെ നമ്മൾ ചെറുക്കേണ്ടതുണ്ടോ? അങ്ങനെ ചെറുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചെറുക്കണം? അല്ലെങ്കിൽ അതിന് പകരം എന്താണ് സാധ്യത എന്നുള്ളതാണ് നമ്മളിവിടെ ആലോചിക്കേണ്ടത്. തീർച്ചയായിട്ടും അവരുപയോഗിക്കുന്നത് പുതിയൊരു സാങ്കേതിക വിദ്യയാണ്. നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ നമ്മൾ ഇൻ്റർനെറ്റ് മറ്റുമൊക്കെ കൊടുക്കുന്നത് ഇപ്പം നമുക്കറിയാം, ഏതാണ്ട് 480 ചില്ലാനം പിന്നെ കടലിനടിയിലൂടെയുള്ള കേബിളിലൂടെ, ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിലൂടെ ഏതാണ്ട് 13 ലക്ഷം കേബിളാണ് ലോകത്ത് ആകമാനം ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ടുള്ള ബാക്ക് ബോണായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരം ഈ കേബിളിൻ്റെ ടെർമിനേഷൻ എത്തുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ടെർമിനേഷനുകൾ എത്തുന്ന സ്ഥലത്ത് മാത്രമേ ഇൻ്റർനെറ്റ് ലഭ്യമാകുന്നു എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. അതേമാതിരി ഈ ബാക്ക് ബോണിൽ ഉപയോഗിക്കുന്ന ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിൽ പ്രകാശത്തിൻ്റെ വേഗത ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിൽ പ്രകാശം സഞ്ചരിക്കുന്നത് ഏതാണ്ട് 2 ലക്ഷം km/s. അതേ സമയത്ത് വായുവിലൂടെ അല്ലെങ്കിൽ ഒരു ശൂന്യാകാശത്തൂടെ ഈ പ്രകാശം സഞ്ചരിക്കുന്നത് 3 ലക്ഷം km/s. അപ്പോൾ അതിനനുസരിച്ച് കൂടിയ ലാറ്റൻസി കുറഞ്ഞ ഒരു സാധ്യത നമ്മൾ ഈ ആകാശത്തുകൂടിയുള്ള സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാൻസ്ഫർ ചെയ്താൽ സാധ്യമാണ്. അപ്പോൾ അതിനെന്താണ് ആവശ്യം? അപ്പോൾ അതിന് നമ്മൾ സാധാരണ ബ്രോഡ്കാസ്റ്റിംഗ് സാറ്റലൈറ്റുകളൊക്കെ നമുക്കറിയാം, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഏതാണ്ട് 35,000 കിലോമീറ്റർ മുകളിൽ സ്ഥാപിക്കുന്ന ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് കൊടുക്കുവാൻ ശ്രമിച്ചാൽ വലിയ ലാറ്റൻസി ആയിരിക്കും. അപ്പോൾ നമ്മളൊരു പിന്നെ സംസാരം, അല്ലെങ്കിൽ ഒരു ബ്രോഡ്കാസ്റ്റിംഗ്, ഒരു വീഡിയോ സ്ട്രീമിങ്ങിനൊക്കെ ഭയങ്കര ലാഗ് തോന്നുന്ന ഒരു സംഭവമായിരിക്കും അതിലൂടെ നമുക്ക് ലഭ്യമാവുക. അപ്പോൾ ഇതിനൊരു സാധ്യത എന്താണെന്ന് വെച്ചാൽ, ഈ 35,000 കിലോമീറ്റർ മുകളിലുള്ള ഈ സാറ്റലൈറ്റിന് പകരം ഒരു 500-550 കിലോമീറ്റർ പിന്നെ ഉയരത്തിൽ സാറ്റലൈറ്റുകൾ സ്ഥാപിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് പിന്നെ ഒരു ഭൂമിയിലേക്ക് ബീം ചെയ്യുന്ന വളരെ ചെറിയൊരു ഏരിയ ആയിരിക്കും. അപ്പോൾ ഇത്തരം കുറേ സാറ്റലൈറ്റുകൾ വേണം. അപ്പോൾ ഈ ലോ എർത്ത് ഓർബിറ്റ് എന്നുള്ള ആ ഓർബിറ്റുകൾ ഏതാണ്ട് 48,000 സാറ്റലൈറ്റുകൾ സ്ഥാപിച്ച് അതിലൂടെ സാറ്റലൈറ്റ് ബേസ്ഡ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുക എന്നുള്ളതാണ് ഈ സ്പേസ് എക്സ് എന്ന എലോൺ മസ്ക് സ്ഥാപിച്ച സ്ഥാപനം
യഥാർത്ഥത്തിൽ ഇത് നടക്കും. ഇതിങ്ങനെ പിന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള അവർ 2016 ആ പ്രോജക്റ്റ് തുടങ്ങുന്നത്. 2019 അവരതിൻ്റെ പ്രോട്ടോടൈപ്പ് വിക്ഷേപിച്ചിട്ടുണ്ട്. അതിനവർക്ക് സഹായകമായിട്ട് അവരുടെ പിന്നെ സ്പേസ് എക്സിൻ്റെ ഇനീഷ്യൽ മിഷനിലൂടെ തന്നെ വന്ന ഫാൽക്കൺ പോലുള്ള പിന്നെ ഇത് ഡ്രാഗൺ ഷിപ്പ് പോലുള്ള സ്പേസ് ഷിപ്പുകളുടെയൊക്കെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്, സഹായം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫാൽക്കൺ 9 ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഈ ലോ എർത്ത് ഓർബിറ്റിൽ അത് പിന്നെ ഈ സാറ്റലൈറ്റിനെ അവിടെ വിനിയോഗിച്ചിട്ട് അതിനുശേഷം അതിന് തിരിച്ചു വരാൻ സാധ്യമാണ്. അപ്പോൾ അത് തന്നെ ഒരു തവണ അയക്കുമ്പോൾ തന്നെ 50-60 പിന്നെ സാറ്റലൈറ്റിനെ ഒന്നിച്ച് അയക്കാം. അപ്പോൾ ഈ ഓൾറെഡി പിന്നെ സ്റ്റാർലിങ്ക് ഏതാണ്ട് 7000-ഓളം പിന്നെ സാറ്റലൈറ്റ് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. അതിൽ 580 ഇപ്പോൾ ലൈവാണ്. ഏതാണ്ട് 60 രാജ്യങ്ങളോളം ഈ പിന്നെ സ്റ്റാർലിങ്കിൻ്റെ സേവനം ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് പിന്നെ സ്റ്റാർലിങ്ക് മാത്രമല്ല, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വേറെ പ്രോജക്റ്റുകളും ഉണ്ട്. ഇപ്പോൾ ചൈന സർക്കാരിൻ്റെ ഗോവാങ് എന്നുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. അവർ ഏതാണ്ട് 100ഓളം ലൈവ് സാറ്റലൈറ്റ് ഇപ്പോൾ പിന്നെ ബഹിരാകാശത്ത് അവർ കുറച്ചും കൂടിയ ഓർബിറ്റാണ്. ഒരു പിന്നെ സ്റ്റാർലിങ്ങിനേക്കാളും കുറച്ചും കൂടി ഉയരം കൂടിയ ഒരു ഓർബിറ്റിലാണ് അവരുടെ സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നത്. അപ്പോൾ അവരൊരു 13,000 പിന്നെ സാറ്റലൈറ്റ് വിക്ഷേപിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. സ്റ്റാർലിങ്കിന് 48,000 ലക്ഷ്യം വെച്ചെങ്കിലും FCCയുടെ അതായത് ഫെഡറൽ പിന്നെ കമ്മ്യൂണിക്കേഷൻ കൗൺസിലിൻ്റെ അനുമതി ഇതുവരെ 12,000 സാറ്റലൈറ്റിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ പിന്നെ അവിടെ അതേപോലെ തന്നെ ആമസോണിൻ്റെ കൂപ്പിയർ, അതേമാതിരി വൺ വെബ് എന്നുള്ള വേറൊരു സ്ഥാപനം, ഇങ്ങനെ കുറേ സ്ഥാപനങ്ങൾ ഈ രീതിയിൽ ഈ സാറ്റലൈറ്റ് ബേസ്ഡ് മൊബൈലിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഈ ലോ ഓർബിറ്റ് ഭൂമിക്ക് ചുറ്റുമുള്ള ബഹിരാകാശത്തിൻ്റെ ആദ്യത്തെ ഒരു ലെയർ, ആ ലെയർ ബഹിരാകാശത്തുനിന്നില്ല, ബഹിരാകാശത്തിൻ്റെ പിന്നെ ആകാശത്തിനിടയിലുള്ള ഒരു സ്ഥലം നമുക്ക് പറയാം. അപ്പോൾ ആ ലെയറിൽ അത് ആരുടെ സ്വന്തമാണ്? ആ ലെയറിൽ ഇത്രയും 48,000 അല്ലെങ്കിൽ പോട്ടെ 12,000 അല്ലെങ്കിൽ ഇപ്പോൾ നിക്ഷേപിച്ച 5,800 സാറ്റലൈറ്റുകൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇത് അവിടെ എത്ര ഡബ്രീസ് ഉണ്ടാവും? അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നം എന്താണ്? ഇത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ പിന്നെ പ്രവർത്തന ഫലമായിട്ട് തന്നെ ഇത്ര വരുന്നു. ഈ അടുത്ത് പിന്നെ ഒരു സ്പേസ് ഷിഫ്റ്റ് പിന്നെ ഒരു സ്പേസിലുള്ള ഒരു ഷിപ്പ്, നമുക്ക് ബഹിരാകാശ യാത്രക്കാരൊക്കെ പോകുന്ന ഷിപ്പിൽ ഈ സാറ്റലൈറ്റ് വന്ന് ഇടിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനം നിലച്ചുപോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാവരുടെയും പൊതുസ്വത്തായിട്ടുള്ള ഈ ഓർബിറ്റ് സ്പേസ് ഒരു സ്ഥാപനം മാത്രം ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ഇവിടെ ഒരു റെഗുലേഷൻ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഈ പൊതുവായിട്ടുള്ള ഈ ഓർബിറ്റർ സ്പേസ് അത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു പൊതു സംവിധാനത്തിലൂടെ വരേണ്ടതാണല്ലോ സ്വാഭാവികമായിട്ടും. അതിവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഈ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി ആദ്യകാലങ്ങളിൽ ശ്രമം നടത്തി. 2021 അവർ കുറേ പ്രീ ഓർഡേഴ്സൊക്കെ എടുത്തു. പക്ഷേ ഇന്ത്യയുടെ പിന്നെ നമുക്കറിയാം സ്പെക്ട്രം അലോക്കേഷൻ ഓപ്ഷൻ വിളിച്ചിട്ട് കൊടുക്കുന്ന ആലോക്കേഷനിലൂടെ ഈ KAKU ബാൻഡ് അലോക്കേഷൻ സാധ്യമല്ലാത്തത് കൊണ്ട് അത് കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അവർക്ക് അനുകൂലമാകുന്ന രീതിയിൽ 2023 ഇന്ത്യയുടെ സ്പേസ് പോളിസി മാറ്റി എഴുതുകയാണ്. സ്പേസ് പോളിസിയിൽ പുതിയ കുറേ കാര്യങ്ങൾ ചേർക്കുകയാണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യമാണ്. അതേമാതിരി പിന്നെ ഓപ്ഷന് പകരം നോമിനേഷൻ ബേസിൽ അലോക്കേറ്റ് ചെയ്യാം. ഈ രീതിയിലൊക്കെ വന്ന് ഇപ്പോഴ് ജിയോ സ്പേസിൻ്റെ പിന്നെ ഒരു ആപ്ലിക്കേഷനുണ്ട്. അതോടൊപ്പം തന്നെ വൺ വെബിൻ്റെ ആപ്ലിക്കേഷനുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ സ്റ്റാർലിങ്ങിൻ്റെ ആപ്ലിക്കേഷനും ഈ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരം ഒരു സാധനം പിന്നെ ഇവിടെ വരുമ്പോൾ അതിന് കുറേ ഗുണങ്ങളുണ്ട്. ഈ സാങ്കേതിക വിദ്യനെ നമ്മൾ ഒരിക്കലും എതിർക്കണ്ട. സാങ്കേതിക വിദ്യക്ക് അതിൻ്റേതായ ഒരു പക്ഷപാതിത്വം, സാമൂഹ്യ പക്ഷപാതിത്വം ഇല്ല. പക്ഷെ അത് ആരുപയോഗിക്കുന്നു, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് അതിൻ്റെ പക്ഷപാതിത്വത്തെ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെറും ലാഭം മാത്രം, അമിതമായ ലാഭം മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണോ ഈ ടെക്നോളജി പ്രയോഗിക്കേണ്ടത്? അതല്ല, അതിന് ഏത് തരത്തിലുള്ള ബദൽ സാധ്യതയാണ് നമുക്ക് ഒരുക്കാൻ പറ്റുക എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ആലോചിക്കേണ്ടത്. അങ്ങനെ ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മുന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ
അങ്ങനെ പിന്നെ ഇന്ത്യക്ക് അപ്രാപ്യമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ ഒന്നും ഈ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ സാറ്റലൈറ്റ് ബേസ് ആയിട്ടുള്ള മൊബൈൽ കമ്മ്യൂണിക്കേഷൻ രംഗത്തില്ല. അതിൽ നമുക്കറിയാം ഗ്രൗണ്ട് സ്റ്റേഷൻസിലൂടെ പിന്നെ QMA അല്ല QAM, അത് ക്വാഡ്രാച്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്നുള്ള രീതിയിൽ മോഡുലേറ്റ് ചെയ്തിട്ട് ഉള്ള ഇതാണ് അയക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ഫേസ്ഡ് അരയുള്ള ആൻറ്റീന വേണം. അപ്പോൾ പിന്നെ ഈ സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെയധികം കേപ്പബിലിറ്റി ഉള്ളതാണ് ഇന്ത്യക്ക്. നമ്മുടെ പിന്നെ ISRO പോലുള്ള സ്ഥാപനങ്ങളൊക്കെ അതിൽ വളരെയധികം കേപ്പബിലിറ്റി ഉള്ളതാണ്. അത് കഴിഞ്ഞ് അതിന് ശേഷം ഇവിടെ വരുന്ന ഗ്രൗണ്ട് സ്റ്റേഷൻസ്, ആ ഗ്രൗണ്ട് സ്റ്റേഷൻ പരിപാലിക്കാനുള്ള വളരെയധികം വിഭവശേഷി ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വളരെയധികമുണ്ട്. അപ്പോൾ ഈ വിഭവശേഷിയൊക്കെ ഉപയോഗിച്ചിട്ട് ഈ പിന്നെ ഇതേമാതിരി ഒരു പിന്നെ നമ്മുടെ ഇന്ത്യയുടെ സ്പേസ് സംവിധാനങ്ങളെയും അതേമാതിരി ഈ പിന്നെ കേരള വിഷൻ പോലുള്ള ജനകീയ കൂട്ടായ്മയിലൂടെ രൂപപ്പെട്ടു വന്ന ചില അതിൻ്റെ ഒരു കൂട്ടായ്മയിലൂടെ ഇത്തരം ഈ സാറ്റലൈറ്റ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഈ നമ്മുടെ പിന്നെ ഇന്ത്യയിലാകെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പം അങ്ങനെ സാധിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്വരം ഇവിടുന്ന് ഉയരണം. അങ്ങനെ അത് സർക്കാരിൽ ഇപ്പം എലോൺ മസ്ക് എങ്ങനെയാണ് സ്റ്റാർലിങ്ങിന് ഇന്ത്യയിലേക്ക് എൻട്രി വരുത്താൻ പറ്റിയത്? ലോബിയിങ്ങിലൂടെയാണ്. ആ ലോബിയിങ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം എന്ന് പറയുമ്പോൾ ആ ലോബിയിങ് നടത്താൻ ഇവിടുത്തെ ജനങ്ങൾക്ക് സാധ്യമാകണം. അതിലൂടെ ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ബദൽ ഇന്ത്യൻ്റെ പിന്നെ ഈ മൊബൈൽ സാറ്റലൈറ്റ് സേവന രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരണം. തീർച്ചയായിട്ടും അത്തരം ഒരു ബദൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഒരു സാധ്യത തുറന്നു കാണിക്കുന്നതാണ് ഇവിടെ കേരള വിഷൻ പോലുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ കഴിഞ്ഞകാല ചരിത്രം. ഞാൻ കൂടുതൽ ഈ കാര്യങ്ങളെക്കുറിച്ച് കുറേയും കൂടി വിശദമായിട്ട് നമുക്ക് സംസാരിക്കാനുണ്ട്. പക്ഷേ നമ്മുടെ സമയപരിമിതി കാരണം ഞാൻ ഇപ്പോൾ നിർത്തുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് സാങ്കേതിക വിദ്യയെ സമൂഹത്തിന് ആകെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, സമൂഹത്തിലെ എല്ലാവർക്കും പിന്നെ അവസര സമത്വം ലഭ്യമാകുന്ന രീതിയിൽ ഈ സാങ്കേതിക വിദ്യയെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് മുൻനിരയിൽ തന്നെ കേരള വിഷനും അതേമാതിരി തന്നെ പിന്നെ കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷനും ഒക്കെ ഉണ്ടാകും എന്നുള്ള ഒരു പ്രത്യാശയോടുകൂടി നിർത്തുന്നു.